വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഒരു കുട്ടി ഔട്ടിംഗ് ആണ് കേട്ടോ. ഇന്ന് സാബി ഉമ്മനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട്. ഉമ്മ 2 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം സാബിയും നീയും എല്ലാവരും കൂടെ ഉമ്മനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വിശേഷം. ഞങ്ങൾ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും കുറച്ച് നല്ല ഫുഡ് സ്പോട്ടൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലുലുവിലേക്ക് ആദ്യം വന്നത്. കാരണം പുറത്ത് എവിടെയും നമുക്കൊരു സ്പോട്ടിൽ പോയിട്ട് ഇരിക്കാൻ കഴിയില്ല കേട്ടോ. ഏതെങ്കിലും നല്ല ഇതേപോലെ മാളുകളിൽ പോകാമെന്നല്ലാതെ ഭയങ്കര ചൂടാണ്. ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നിട്ട് ആദ്യം കുറച്ച് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം എന്നൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫുഡ് കോർട്ടിലൊക്കെ പോയിരുന്ന് കഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കണോ എന്നൊക്കെയുള്ള എല്ലാവരുടെയും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നാസി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവർ രണ്ടുപേരും പോയിട്ട് ബില്ല് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുവരെ എല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ഇവിടെ ഒരു സമ്മർ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലാസ്സാണ് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആമീനെ ഒരു സമ്മർ ക്ലാസ്സിൽ ചേർത്തണമെന്ന്. പക്ഷെ ഒന്നും സെറ്റായിട്ടില്ല. അപ്പം ഇതേപോലെ ഒരു സമ്മർ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ലുലുവില്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ടി ആൻഡ് ടി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഷവായേൻ്റെ ഒക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള. അപ്പം ഞങ്ങളാരും പോയിട്ടില്ല അവിടെ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. നാസിയും സാബിയൊക്കെ ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗ്രീൻ ബോട്ടിൽ എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു സ്പൈസി ആയിട്ടുള്ള ഡിപ്പാണ്. അതേപോലെ വൈറ്റും ഒരു ബീട്രൂട്ടിൻ്റെയും അതേപോലെ ഒരു ഡിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ തോണി ഉണ്ടാക്കി കളിക്കുന്നതെന്ന്. കാരണം ഞങ്ങളാണ് അവിടെ ഫസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. അവർ ഷോപ്പ് ഓപ്പൺ ചെയ്യുക ഒരു 12 മണി 12:30 ഞങ്ങൾ അതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയം എല്ലാവരും ടൈം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവിടെ. ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം. 2 റൈസും വേറെ അഡീഷണൽ ഒന്നാലും തിന്നു. റൈസ് റുമാലി റൊട്ടി അവിടെ വെച്ചു കഴിച്ചു. അത് ഷീറ്റില്ല, നേരെ പ്ലേറ്റ് അതിൽ പുറത്തേക്ക് വരും. പാപ്പുന്റെ റൈസ് അല്ലേ. മാംഗോ സാലഡ് അല്ലേ. ഇതേപോലെ ഒരു റുമാലി റൊട്ടിയും പിന്നെ കുബൂസും ഒക്കെ ആട്ടോ അതിൻ്റെ കൂടെ കിട്ടുക. അവിടുത്തെ ഷവായ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നേ വരെ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ഷവായായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു മാംഗോ സാലഡ് കിട്ടും, അതും സൂപ്പറായിരുന്നു. എന്തായാലും കോഴിക്കോട് വന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാവും, എന്നാലും അടിപൊളിയായിരുന്നു. സൂപ്പർ ഷവായായിരുന്നു. ഇതിൻ്റെ കൂടെ റൈസും ഉണ്ട് കേട്ടോ. നല്ല റൈസായിരുന്നു. അതുപോലെ ഹെവി അല്ല. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യൂല. അപ്പം ഷവായും റൈസും പിന്നെ 3 ടൈപ്പ് ഡിപ്പുണ്ട്. എല്ലാം കൂടെ അടിപൊളി നല്ലൊരു ഫുഡായിരുന്നു ഉച്ചക്കത്തെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ അത്ഭുതം തോന്നിയ വെച്ചാൽ ഏത് ഐസ് എടുത്താലും 18 രൂപ. അതുപോലെ ക്യാൻഡി ആണെങ്കിൽ 5 രൂപ. അപ്പം ഇത്ര AC-ലൊക്കെ വന്നിരുന്നിട്ട് ഇത്രയും സൗകര്യത്തിൽ ഇത്രയും ആൾക്കാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനൊരു ഐസ് കഴിക്കാന്ന് പറയുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. കാരണം ഇത്ര കുറഞ്ഞ പൈസയിൽ, കാരണം ഏത് സ്ഥലത്താണെങ്കിലും ഒരു ഒന്നെടുക്കുമ്പോഴേക്കിനും വന്നെങ്കിൽ 25 രൂപ 35 രൂപ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് ഇത്ര ആൾക്കാർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എത്ര വേണേലും പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളാണ് ഒരുപാട് വാങ്ങി കഴിക്കുകയും ചെയ്തിട്ടോ. ബട്ടർ സ്കോച്ച് ഉണ്ട്, അതുപോലെ കുറേ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ആമി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിച്ച് റിലാക്സ് ചെയ്ത് എത്ര നേരം വേണേലും ഓർഡർ ചെയ്ത്
കഴിക്കാൻ പറ്റും. പിന്നെ പഴയ നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ഐസ് കിട്ടിയപ്പോൾ. നമ്മൾ പണ്ടൊക്കെ കുട്ടികളാകുമ്പം ചെറുതാകുമ്പം വാങ്ങിച്ചു കഴിക്കുന്ന കൂടുതലുള്ള ആ ഒരു ഐസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് എല്ലാവരും കുറച്ച് റിലാക്സ് ചെയ്ത് ഐസൊക്കെ കഴിച്ച് ആമിയും റൂമിയും നീയൊക്കെ ഒരുപാട് തവണ പറഞ്ഞു. പിന്നെ അതാണ് ഈ ബൺ ക്ലബ്ബിൽ നിന്ന് നമ്മൾ ബണ്ണും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് അവർക്ക് വയനാട്ടിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പം നീക്കുട്ടി ഇപ്പം മദ്രസയിൽ പോകാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അവൾ മദ്രസയിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അവളെയും കൂട്ടിയിട്ട് അവർ നേരെ ഇങ്ങോട്ട് വന്നായിരുന്നു മദ്രസയൊക്കെ വിട്ടിട്ട്. അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം ഉമ്മ കുറച്ച് 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ ആമിക്കും ഒക്കെ സങ്കടമാണ്. അപ്പം പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതാ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവർ നേരെ ഇനി വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.